നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. അധ്യാപിക എന്നാൽ അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. കുട്ടികൾക്കും ചുറ്റുമുള്ളവർക്കും ഒരുപോലെ മാതൃകയായിരിക്കണം. എന്നാൽ ഇവിടെ അധ്യാപിക എന്ന വേഷമണിഞ്ഞ ഒരു ചെന്നായ മനസാക്ഷിക്കുത്ത് ഒരു തെല്ല് പോലുമില്ലാതെ പ്രായമായ സ്വന്തം ഭർത്തൃമാതാവിനെ ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടത് നെഞ്ചിലൊരു നോവായി കെട്ടിക്കിടക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത ആ അമ്മയെ മൃഗത്തിന് തുല്യമായി ആട്ടുകയും തള്ളുകയും ചെയ്യുന്ന ഇവളെയൊക്കെ എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്? കൊല്ലത്ത് തെക്കുഭാഗം തേവലക്കരയിൽ വയോധികയ്ക്കാണ് മരുമകളുടെ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. തേവലക്കര സ്വദേശിയായ ഏലിയാമ്മ വർഗീസ് എന്ന 80-കാരിയെയാണ് മകന്റെ ഭാര്യയായ മഞ്ജുമോൾ തോമസ് കുടുംബ വഴക്കിനെ തുടർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. വയോധികയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മരുമകൾ അറസ്റ്റിലായത്. ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളടക്കം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മഞ്ജുമോൾ എന്ന അധ്യാപകയുടെ ക്രൂരത നാടറിഞ്ഞത്. ബുധൻ വൈകിട്ട് ഇവരുടെ മർദ്ദനമേറ്റ് ഭർത്തൃമാതാവ് ഏലിയാമ്മ വർഗീസ് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. തുടർന്ന് മകൻ ജെയ്സും സുഹൃത്തിനുമൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്നാണ് ഇന്നലെ രാവിലെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത്. പിന്നീട് മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരുമകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം മരുമകളിൽ നിന്നും ക്രൂരമായ മർദ്ദനമേറ്റെന്നാണ് ഏലിയാമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പരാതി നൽകിയ ശേഷം തിരിച്ചെത്തിയ ഏലിയാമ്മയെ മരുമകൾ വീട്ടിൽ കയറ്റാത്തതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് വീടിനുള്ളിൽ പ്രവേശിപ്പിച്ചത്. കൈകാലുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും ഉപദ്രവിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത്. ഒരു വർഷം മുൻപ് ഏലിയാമ്മയെ മർദ്ദിച്ച് നിലത്ത് തള്ളിയിടുന്ന ദൃശ്യങ്ങൾ മഞ്ജുമോളുടെ ഭർത്താവ് ജെയ്സ് വീഡിയോയിൽ പകർത്തിയത് ഇന്നലെ മുതൽ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നേരത്തെ ഈ ദൃശ്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അമ്മയ്ക്കും മകനും പരാതിയില്ലെന്ന് അറിയിച്ചതിനെ തുടർന്ന് പോലീസ് കേസെടുക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് പലതവണ ഇവർക്ക് മർദ്ദനമേറ്റതായി സമീപവാസികൾ പറയുന്നു. ചവറയിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ മഞ്ജുമോൾ അവരുടെ മക്കളായ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് മർദ്ദിക്കുന്നത്. ഇതുകൂടാതെ മരുമകൾ തന്നെ നിരന്തരം ഉപദ്രവിക്കുന്നതായും പരാതിയിലുണ്ടായിരുന്നു. ദൃശ്യങ്ങളുടെയും ഏലിയാമ്മയുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഒരു വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. വയോധികയെ അതിക്രൂരമായി മർദ്ദിച്ച ഇവർ കുരുന്നുകളെ പഠിപ്പിക്കുന്ന അധ്യാപികയാണെന്ന് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുകയാണ്. ദൃശ്യങ്ങളിലൂടെ പുറത്തു വരുന്നത് അതിക്രൂരമായ മർദ്ദനത്തിന്റെ കഥകളാണ്. ഏലിയാമ്മയെ നിലത്തേക്ക് പിടിച്ചു തള്ളുന്നതും മർദ്ദിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വയോധികയോട് ആക്രോശിക്കുന്ന പ്രതി വീഡിയോ പകർത്തുന്ന ആൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുന്നതും ദൃശ്യങ്ങളുണ്ടായിരുന്നു. മരുമകൾ നിലത്തേക്ക് തള്ളിയിട്ട ശേഷം ഏലിയാമ്മ പണിപ്പെട്ട് എഴുന്നേറ്റ് വരുന്നതും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഇനി അല്പനേരം കിടന്നോട്ടെ എന്ന് പറയുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഏലിയാമ്മയുടെ മകൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് വിവരം. അതേസമയം ഏത് ദിവസമാണ് ഈ സംഭവം ഉണ്ടായതെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്താൻ പോലീസ് ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. നേരത്തെയും പലതവണ മഞ്ജുമോൾ തോമസ് ഏലിയാമ്മയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ളവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് പ്രശ്നം പരിഹരിച്ചു വന്നെങ്കിലും വീണ്ടും മർദ്ദനവും ഉപദ്രവവും തുടരുകയായിരുന്നു. ഇടിക്കുകയും അടിക്കുകയും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തതായി ഏലിയാമ്മ പറയുന്നു. എന്റെ മുഖത്തടിക്കും പുറത്തടിക്കും, മകനെയും ഉപദ്രവിക്കും, സ്ഥിരം എന്നെ മർദ്ദിക്കാറുണ്ട്, കമ്പി കൊണ്ടടിക്കും, തലമുടി ചുറ്റിപ്പിടിച്ച് എന്നെ താഴേക്കിടും, കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാനൊന്നും പറയാറില്ല, നിലവിളത്തുകൊണ്ട് മകനെ ഭാര്യ ഉപദ്രവിച്ചു, ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു തവണ തലക്കടിച്ചെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞു. തനിക്ക് വൃത്തിയില്ല എന്ന് പറഞ്ഞ് മുറിയിൽ നിന്നും വെളിയിലിറങ്ങുവാനോ അടുക്കളയിൽ പോകുവാനോ സമ്മതിക്കില്ല എന്നും വയോധിക പറയുന്നു. മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങുന്നത്. വീട്ടുജോലിക്കാരിയാണ് ചോറ് മുറിയിൽ കൊണ്ടുവരിക. കുഞ്ഞുങ്ങളെ എന്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല, കുഞ്ഞുങ്ങൾ കൂടി ചീത്തയായി പോകുമെന്നാണ് പറയുന്നതെന്നും ഏലിയാമ്മ പറയുന്നു. ക്രൂരതയുടെ മുഖപടമായ ഈ അധ്യാപികക്കെതിരെ ശക്തമായ നിയമ നടപടി പോലീസും സ്കൂൾ അധികൃതരും സ്വീകരിക്കേണ്ടതുണ്ട്.